പതിവ് പോലെ അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തിരുമേനി ഇതുപോലെ കല്ലിൽ പ്രസാദം ഇട്ടുകൊടുത്തു. അപ്പൊ ഇവര് കുറെ നേരം നോക്കിയിരുന്നു. തിരുമേനി ഞങ്ങൾക്ക് പ്രസാദം ഇല്ലയോ എന്ന് ചോദിച്ചെന്നെ പറഞ്ഞു, ഇങ്ങനെ തരാനാണ് എനിക്കുള്ള നിർദ്ദേശം. നമുക്കൊരു കൊടുങ്ങല്ലൂർ ഒരു തീർത്ഥയാത്ര വളർത്തണം. നമ്മളെ അമ്മ നമുക്കിവിടെ വരുന്നിടം വരെയും നമുക്കിവിടെ തപസ്സിരുന്ന് അമ്മ വന്നേ നമ്മളിങ്ങോട്ട് പോരാവും, അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കുക. 12ാമത്തെ ദിവസം വെളിച്ചപ്പാട് തുള്ളിയൊരു വാള് ഒരു ചിലമ്പും കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയും, ഞാൻ നിങ്ങളുടെ അവിടോട്ട് പോവുകയാണ്, നിങ്ങൾ യാത്ര പുറപ്പെട്ടോളൂ എന്നുള്ള ഇവർക്ക് സ്വപ്നദർശനം നൽകുകയും ഒരു അമ്മ അവിടെ നിൽക്കുന്നു. എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ചെട്ടുളങ്ങരേക്കാണെന്ന് മറുപടി പറഞ്ഞു. ഈ അമ്മയെ വള്ളത്തിൽ കയറ്റി, അമ്മ വള്ളത്തിൽ കയറിയപ്പോൾ ഒരു സാധാരണ സ്ത്രീ അല്ലെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ചെട്ടുളങ്ങരേക്കാണെന്ന് പറഞ്ഞപ്പോൾ ചെട്ടുളങ്ങര എവിടേക്കാണെന്ന് പറയുമ്പോൾ അത് പറയുന്നില്ല. ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ കടന്നു വരികയും എനിക്ക് കൂടി ഇച്ചിരി ഭക്ഷണം തരണമെന്ന് പറയും. ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് അമ്മ ഏതാണെന്നുള്ളതൊന്നും ആർക്ക് അറിയാൻ വയ്യ. എവിടുന്നോ വന്നു ഒരു അമ്മ വന്നു. ഈ ബ്രാഹ്മണ ഗ്രഹത്തിലെ അന്തർജനം എന്ന് പറഞ്ഞാൽ അവർ വടക്കേ വശത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ഈ അമ്മ ഇലയെടുത്തോണ്ട് ഇവരുടെ മുന്നിൽ കൂടെ അതിന് വടക്കേ വശത്തൊരു കുളമുണ്ട്, അവിടെ വന്ന് കൈ കഴുകിയിട്ട് ഇന്ന് ചെട്ടികുളങ്ങര മൂലസ്ഥാനം എഴുതി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രമുണ്ട്. അവിടെ വന്നിട്ട് പെട്ടെന്ന് ഒരു പ്രഭ പോലെ മുകളിലോട്ട് പോവുകയും ഈ അമ്മ ഇത് കണ്ട് മോഹലിസ്യപ്പെട്ട് താഴെ വീഴുകയും. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം ഇന്ന് ലോകമെമ്പാടും വലിയ പ്രസിദ്ധിയുള്ള അമ്പലമാണ്. ദേവി ഇവിടെ വന്ന് കുടികൊള്ളാൻ ഉള്ള ഒരു ഐതിഹ്യം ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ശ്രേഷ്ഠികുളങ്ങര എന്നായിരുന്നു. ശ്രേഷ്ഠികുളങ്ങര എന്നുള്ളത് ശ്രേഷ്ഠികൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലം. അത് പിന്നീട് ചെട്ടികുളങ്ങര എന്നുള്ള രീതിയിൽ നാമകരണം ചെയ്യപ്പെട്ടു. ശ്രേഷ്ഠികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെട്ടിപ്പിള്ളമാർ അന്ന് മണ്ണുകൊണ്ട് കലം നെയ്ത് കലം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആളുകൾ കൂട്ടം കൂടി താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ ഇത് അതിൻ്റെ നടുഭാഗമെല്ലാം ഭയങ്കര കാടായിരുന്നു. കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അന്ന് ഇവിടെ ആരാധനയ്ക്കായിട്ട് ഒരു ക്ഷേത്രമില്ല. ഇവിടെ ജനങ്ങൾ പോകുന്ന കൊയ്പ്പിള്ളയാരാമ ക്ഷേത്രത്തിലാണ് പോയി തൊഴുതുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2-2.5-3 കിലോമീറ്റർ കൂടുതൽ ദൂരത്തിൽ പോയി വേണം തൊഴുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകണമെന്നുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ട്. എങ്കിലും അതിന് മുൻകൈ എടുത്തത് കായംകുളം രാജാവിൻ്റെ മന്ത്രിയായിരുന്ന ഈ ചെമ്പോലിലെ ഒരു മഹാപുരുഷനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കണ്ട ആദിച്ചമ്മൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കായംകുളം രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയും അദ്ദേഹവുമായിട്ട് സഹകരിക്കുന്ന ആളുകളും എല്ലാം തന്നെയും ഇവിടുന്ന് കൊയ്പ്പിള്ളാരാമ ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ഭദ്രകാളി തൊഴുത് മടങ്ങുന്ന ഒരു കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം അവിടം ഭരിക്കുന്നത് കാക്കനാട് കൈതവനമാരായിരുന്നു. കാക്കനാട് കൈതവനമാർ ഈ രാജാവിൻ്റെ കായംകുളം രാജാവിൻ്റെ മന്ത്രിയുടെ തൊട്ട് കീഴിലുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹവും. അങ്ങനെ നല്ല തമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് ഈ മന്ത്രി എന്ന് പറയുന്ന കണ്ടാനാദിച്ചമ്മൻ അദ്ദേഹത്തിൻ്റെ ചുറ്റിപ്പറ്റി 3-4 പേരുണ്ടായിരുന്നു. ഇവർ എന്നും വൈകിട്ട് ദീപാരാധന തൊഴാൻ കൊയ്പ്പിള്ളാരാമ ക്ഷേത്രത്തിൽ പോവുകയും കൊയ്പ്പിള്ളാരാമ ക്ഷേത്രത്തിൽ ചെല്ലുന്നുടനെ ഇവർ മഹാപുരുഷന്മാരായി വന്നിരിക്കുന്നത്. അത് കാക്കനാട് കൈതവനമാർക്ക് അവിടുത്തെ നല്ല തമ്പിക്കൊക്കെ അറിയാം. അദ്ദേഹം തിരുമേനിയുടെ അടുക്കൽ പറഞ്ഞിട്ട് ഇലയ്ക്കകത്ത് പ്രസാദം കൊടുക്കുകയും അന്ന് ഈ ഇലയ്ക്കകത്ത് പ്രസാദം കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഒരു നമ്മളെ ആരാധിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളോട് അത്രമാത്രം ഒരു വലിയ ഭക്തി കാണിക്കുകയാണ്. അങ്ങനെ ഇലയ്ക്കകത്ത് പ്രസാദം കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു കളത്തട്ടുണ്ട്. ആ കളത്തട്ടയിൽ കയറിയിരുന്നവർ കുശലപ്രസരങ്ങൾ ചെയ്ത് അന്ന് വെറ്റില വാക്ക് മുറുക്കാനെല്ലാം കൊടുത്ത് അന്നത്തെ സ്വീകരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇതെല്ലാം കഴിഞ്ഞവർ ദീപാരാധന കഴിയുമ്പോൾ ഇവർക്ക് പോരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇങ്ങനെ കാലങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്ക് തന്നെ ഒരു ഇത്രയും കിലോമീറ്റർ നമ്മൾ ദൂരം പോയിട്ട് ഈ ക്ഷേത്രത്തിൽ പോയി തൊടുക എന്ന് പറയുന്നത് നമുക്കൊരു ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഇങ്ങനെ ഒരു ഭഗവതിയോട് പറയുന്നുണ്ട്. ഈ സമയത്താണ്
ഈ കായംകുളം രാജാവ് മന്ത്രിയെ വിളിച്ച് ഖജനാവ് കാലിയാണ്, കരം പിരിക്കണം. അപ്പം അതിന് പിന്നെ എന്താണ് അതിൻ്റെ അനാസ്ഥ മന്ത്രി കാണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉടൻ തന്നെ കരം പിരിച്ചെടുക്കാം. അദ്ദേഹം കീഴ്ജീവനക്കാരനായി നല്ല തമ്പി എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ വിളിച്ച് ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശാസന അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുകയും അദ്ദേഹം വന്ന് ഇവര് എന്നും വെപ്പിളാരമ്മ ക്ഷേത്രത്തിൽ വന്ന് തൊഴിയാണല്ലോ, ഇനി ഇവര് വരുന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് അവഹേളിച്ചു വിടാം എന്നുള്ള രീതിയിൽ തിരുമേനിയോട് പറഞ്ഞു, നിങ്ങൾ ഇലക്കകത്ത് പ്രസാദം വരുമ്പോൾ കൊടുക്കരുത്, കല്ലുണ്ട് കല്ലിൽ എറിഞ്ഞു കൊടുക്കണം. ഇതൊന്നും ഇത് ഇവരെ അറിയുന്നില്ല. ഇവരെന്നും പതിവ് പോലെ അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ തിരുമേനി ഇതുപോലെ കല്ലിൽ പ്രസാദം ഇട്ടുകൊടുത്തു. അപ്പൊ ഇവര് കുറെ നേരം നോക്കിയിരുന്നു. തിരുമേനി ഞങ്ങൾക്ക് പ്രസാദം ഇല്ലയോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനെ തരാനാണ് എനിക്കുള്ള നിർദ്ദേശം. അപ്പോൾ അവര് ഇതൊരു അവഹേളനമാണല്ലോ. ഉടനെ തന്നെ ഇവർ കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇതിലെ കക്ഷികളെല്ലാം അവിടെ ഇവിടെ നിൽക്കുന്നതല്ലാതെ ആരും ഇവരോട് മിണ്ടുന്നില്ല. അന്ന് അവിടെ ഈ ഉത്സവം നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് ഇവര് ചിന്തിച്ചു ഉത്സവം നടക്കുന്നതായതുകൊണ്ട് ഇവിടെ സമയമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എങ്കിലും ഈ അവഹരണം ഇതെല്ലാം കേട്ടോണ്ട് നമുക്കങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് വടക്കോട്ട് ഇവർ തിരിക്കുകയും അതിൽ കുറച്ച് വടക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിലൊരാൾ ചെന്ന് ചോദിച്ചു, നിങ്ങളങ്ങ് പോവാന്ന് ചോദിച്ചു. ഞങ്ങളങ്ങ് പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ദുഃഖിതരായി ഈ ചെമ്പൊല്ലി വല്യച്ഛൻ്റെ ഈ മന്ത്രിയുടെ വീട്ടിൽ വന്ന് ഇരുന്ന് ഇവര് ഗാഠമായിട്ട് ആലോചിക്കുകയും ഇവര് പറഞ്ഞു, നമുക്കൊരു കൊടുങ്ങല്ലൂർ തീർത്ഥയാത്ര പുറപ്പെടാം. അമ്മ നമുക്കിവിടെ വരുന്നിടം വരെയും നമുക്കിവിടെ തപസ്സിരുന്ന് അമ്മ വന്നേ നമ്മളിങ്ങോട്ട് പോരാവും, അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കുക എന്നുള്ള ഒരു രീതിക്കാണ് ഇവരിവിടെ തപസ്സിനായിട്ട് ഈ യോഗീശ്വരന്മാരെല്ലാം കൂടെ കൊടുങ്ങല്ലൂർ പോകുന്നതും. അന്ന് കൊടുങ്ങല്ലൂർ പോകുമ്പോൾ ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യമൊന്നുമില്ല, കടന്നും അതുപോലെ തന്നെ അന്ന് ഈ മൂത്തകുന്ന ഫെറി അതുപോലുള്ള കാര്യങ്ങളെല്ലാം കടത്താണ്. ദിവസങ്ങൾ കടന്ന് ഇവരവിടെ ചെല്ലുകയും ഇവരവിടെ ഭജനം ഇരിക്കുകയും 12ാമത്തെ ദിവസം വെളിച്ചപ്പാട് തുള്ളിയൊരു വാള് ഒരു ചിലമ്പും കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയും ഞാൻ നിങ്ങളുടെ അവിടോട്ട് പോവുകയാണ്, നിങ്ങൾ യാത്ര പുറപ്പെട്ടോളൂ എന്നുള്ള ഇവർക്ക് സ്വപ്നദർശനം നൽകുകയും അങ്ങനെ ഇവര് സന്തോഷത്തോടുകൂടി ഇവർ വരുന്നത് ദിവസങ്ങളെടുത്തു ഈ വരാൻ. അപ്പൊ ഈ നാട്ടുകാർക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ അവര് ഒരു തീർത്ഥയാത്ര പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊന്നും അവർക്കാർക്കും അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഭഗവതി വന്ന ചില സൂചനകൾ ഇവിടെ ഉണ്ടാകുന്നത് കൂടാതെ കരിപ്പുഴ എന്ന് പറയുന്ന ഒരു പാലമുണ്ട് അവിടെ. അന്ന് ഗവൺമെന്റ് കടത്താണ്. അപ്പം ഈ അമ്പലത്തിന്റെ വടക്കേ വശത്തെ ഒരു ക്രിസ്ത്യാനികളാണ് അവിടെ വള്ളം തുഴയുന്നത്, കടത്തുവള്ളം. സന്ധ്യ സമയത്ത് ഈ ഒരു സ്ത്രീയെ അപ്പം വള്ളം കെട്ടാനായിട്ട് അദ്ദേഹം തുടങ്ങുകയും ഒരു സ്ത്രീ വിളിക്കുന്ന ശബ്ദം കേട്ടു. അപ്പൊ അക്കരെ നിന്ന് ഒരു സ്ത്രീ വിളിക്കുന്നതാണല്ലോ, അതുകൊണ്ട് എങ്ങനെയാണ് വള്ളം അഴിച്ച് ഇതേവിടെ വരുമ്പോൾ ഒരു അമ്മ അവിടെ നിൽക്കുന്നു. എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ചെട്ടുളങ്ങരേക്കാണെന്ന് മറുപടി പറഞ്ഞു. അത് കരിപ്പുഴ പാലത്തിന്റെ തൊട്ടു വടക്കേ വശം, ഇപ്പൊ നിൽക്കുള്ള പാലത്തിന്റെ വടക്കേ വശത്താണ് അമ്മ വന്ന് അവിടെ നിന്നതും അമ്മയുടെ പാദസ്പർശനം ഏറ്റതും. ആ കരിപ്പുഴ തോടിന്റെ വടക്കേ വശത്ത് അവിടുന്ന് ഈ അമ്മയെ വള്ളത്തിൽ കയറ്റി. അമ്മ വള്ളത്തിൽ കയറിയപ്പോൾ ഒരു സാധാരണ സ്ത്രീ അല്ല എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ചെട്ടുളങ്ങരേക്കാണെന്ന് പറഞ്ഞപ്പോൾ ചെട്ടുളങ്ങര എവിടേക്കാണെന്ന് പറയുമ്പോൾ അത് പറയുന്നില്ല, ഞാൻ ചെട്ടുളങ്ങരയോട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ കടന്ന് വരുന്ന കൂട്ടത്തില് ഞാനും ചെട്ടുളങ്ങരേക്കാ വള്ളക്കാരൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടും കൂടെ വർത്താനം പറഞ്ഞ് കുറച്ച് കിഴക്ക് വശത്തോട്ട് വരുമ്പോൾ ഇന്ന് മൂലസ്ഥാനം എന്ന് പറഞ്ഞൊരു ആഞ്ഞിലിപ്ര അവിടെ ഒരു മൂലസ്ഥാനം എന്ന് പറഞ്ഞൊരു അമ്മ വന്നിരുന്ന ഒരു സ്ഥലം, ഇന്ന് അവിടെ ഒരു അമ്പലവും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് ഞാൻ വരുന്നില്ല, എനിക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു. അന്ന് ഈ വള്ളക്കാരൻ പറഞ്ഞു, എന്നാൽ ഞാനും പോകുന്നില്ല, അമ്മയെ തന്നെ വിട്ടേച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും അവിടെ കൂടി. അപ്പം അമ്മ കുളിച്ചില്ലല്ലോ, അതിനെ നേര് പടിഞ്ഞാറ് വശത്ത് ഈ തുണി അലക്ക് ജോലിയുള്ള ഒരു വീടുണ്ട്, അവിടെ ചെന്ന് മാറ്റി മേടിച്ചുകൊണ്ട് വരികയും അമ്മയ്ക്ക് കുറച്ച് ആഹാരം
തരണമെന്ന് പറഞ്ഞവർ ആഹാരവും ആയിട്ട് ഈ മാറ്റുമായിട്ട് വന്ന് അമ്മ കുളത്തിൽ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, ആ കുളത്തിൽ കുളിച്ച് ഇവർ രണ്ടുപേരും കൂടി ഈ ഭക്ഷണം കഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായ സാധാരണ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്കാട്ടിൽ ഒന്നുകൂടെ രുചികരമായി തോന്നിയെന്നുമൊക്കെയാണ് അന്നത്തെ കാലത്തെ ഈ സംസാരങ്ങൾ വന്നത്. അപ്പം അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് ഉറങ്ങിപ്പോയി. രാവിലെ നോക്കിയപ്പോൾ ഈ അമ്മയെ കാണാനില്ല. അമ്മ അവിടെ നിന്ന് നേരെ വരികയും വന്ന് ചെട്ടികുളങ്ങര ഈ കാടിന്റെ തെക്കേ വശത്ത് ഒരു ബ്രാഹ്മണ ഗ്രഹമുണ്ട്. ആ ബ്രാഹ്മണ ഗ്രഹത്തിൽ അന്ന് മേച്ചിൽ ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേച്ചിൽ ജോലി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഓണാട്ടുകരയില് കുളംപെട്ട് പെരമേച്ചില് ഇതെല്ലാം ശ്രമദാനമായിട്ട് അതിലത്തുള്ള ആളുകളെല്ലാം ചെയ്തു കൊടുക്കുകയും അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഉച്ചയ്ക്ക് ഒരു വിഭവസമൃദ്ധമായ ഒരു കഞ്ഞി ആണ് അന്നത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അന്ന് ഓണാട്ടുകരയിൽ വിളയുന്ന പാടങ്ങൾ ധാരാളം മുതിരയുണ്ടായിരുന്നു. ആ മുതിര ഒരു പുഴുക്ക്, അതുപോലെ തന്നെ കാച്ചിലെ ചേന ചേമ്പ് എല്ലാം സുലഭമായി വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊരു മിശ്രിതം ഉണ്ടാക്കി, അതിന് ഇന്ന് അസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ അത് കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഉണ്ണിയപ്പം, അവല്, കടുമാങ്ങ, വറുപ്പടകം, ചിലരട, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം എടുത്തിട്ട് ഈ മേച്ചിൽ കഴിഞ്ഞ് ഇറമ്പുവാരി കണ്ടിക്കുന്ന ഒരു അതിനെ കണ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ കടന്നു വരികയും എനിക്ക് കൂടി ഇച്ചിരി ഭക്ഷണം തരണമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ എനിക്ക് കൂടി ഇച്ചിരി ഭക്ഷണം തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഉടനെ തന്നെ ഈ ആൾക്കാരെ അമ്മേ ഞങ്ങൾ ഉടനെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓലക്കാൽ, അന്നത്തെ കാലത്ത് ഈ ഓലക്കാൽ വളച്ച് കെട്ടി അതിൽ ഇല വെച്ച് അത് തട എന്ന് പറയും, തട ഇല വെച്ചിട്ട് കഞ്ഞി ഒഴിച്ചു കൊടുക്കും. രാവിലെയാണ് നമ്മൾ കഞ്ഞി കോരി കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് മറ്റൊരു ഇലയിലാണ് മുതിരപ്പുഴുക്കും വസ്ത്രവും കടുവും മങ്ങായും പാർപ്പളവും ഇതെല്ലാം കൊടുക്കുക. ഇതെല്ലാം അമ്മ കഴിച്ചിട്ട് തൃപ്തിയോടുകൂടി കഴിച്ച് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മ ഏതാണെന്നുള്ളതൊന്നും ആർക്ക് അറിയാൻ വയ്യ. എവിടുന്നോ വന്നു ഒരു അമ്മ വന്നു. അവിടുന്ന് ഈ ബ്രാഹ്മണ ഗ്രഹത്തിലെ അന്തർജനം എന്ന് പറഞ്ഞാൽ അവർ വടക്കേ വശത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ഈ അമ്മ ഇല എടുത്തോണ്ട് ഇവരുടെ മുന്നിൽ കൂടെ അതിന് വടക്കേ വശത്തൊരു കുളമുണ്ട്, അവിടെ വന്ന് കൈ കഴുകിയിട്ട് ഇന്ന് ചെട്ടികുളങ്ങര മൂലസ്ഥാനം എഴുതി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രമുണ്ട്. അവിടെ വന്നിട്ട് പെട്ടെന്ന് ഒരു പ്രഭ പോലെ മുകളിലോട്ട് പോവുകയും ഈ അമ്മ ഇത് കണ്ട് മോഹലിസ്യപ്പെട്ട് താഴെ വീഴുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ അമ്മയ്ക്ക് മോഹലിസ്യം എന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിക്കുന്നവരെല്ലാം കൂടി എണീച്ച് അവിടെ ചെന്ന് വെള്ളത്തിൽ കുടഞ്ഞെല്ലാന്ന് എഴുതുന്നത്. എനിക്ക് ഇപ്പോൾ ഒരു അമ്മ വടക്കോട്ട് വന്നു, അമ്മ പെട്ടെന്നൊരു പ്രഭുപോലെ മേളോട്ട് പോകുന്നത് കണ്ടപ്പോൾ എനിക്കൊരു എന്തോ ഒരു ശരീരത്തിനൊരു ഒരു വിഷയം വന്നു. അങ്ങനെ ആണ് ഈ മോഹലിസ്യം വന്നത്. ഒരു സാധാരണ സ്ത്രീ അല്ല. അപ്പം അങ്ങനെ ഒരു സൂചനയൂടെ അവിടെ ഉണ്ടായി. ഇങ്ങനെ ഒന്ന് രണ്ട് സൂചനകൾ ഉണ്ടായിക്കഴിഞ്ഞ് ഈ യോഗീശ്വരന്മാർ, ഈ പോയ ആളുകൾ പിന്നെയും ദിവസങ്ങളെടുത്ത് വരുമ്പോൾ വന്ന് അവർക്കുണ്ടായ കാര്യങ്ങളെല്ലാം കായംകുളം രാജാവ്, അന്ന് കായംകുളം രാജാവിൻ്റെ ഭരണത്തിലാണ് ഇവിടെ ഈ ഭാഗം ഇരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ചെട്ടികുളങ്ങര ഇപ്പോൾ ഇരിക്കുന്ന അമ്പലത്തിന്റെ തെക്കേ വശത്ത് ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. ഈ കാടിന്റെ തെക്കേ വശത്ത് ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. ആ മണ്ഡപത്തിൽ വന്നിരുന്നുകൊണ്ടാണ് ഈ രാജ്യകാര്യങ്ങളെല്ലാം, ഇവിടുത്തെ ചെട്ടികുളങ്ങരയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനെന്താണ്, നമുക്ക് ഇതിന്റെ സ്ഥാനം കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാട്ടിനകത്ത് ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അവിടെ ഈ കൈത വടക്ക് ചെമ്പോല്ലെന്ന് പറഞ്ഞ ഈ കണക്ക് ശ്രീ ആശാരിമാര അവർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ച് അവരെ വന്നിട്ട് ഇതിന്റെ സ്ഥാനം ഇതിന്റെ നടുവശം വരും, ഈ കാടിന്റെ നടുവശം വരും. ഉടനെ തന്നെ രാജാവ് ആളുകളെ എല്ലാം വിളിച്ചിട്ട് ഈ കാട് വെട്ടി തെളിച്ച് ഇന്ന് പ്രതിഷ്ഠ നിൽക്കുന്ന സ്ഥാനത്ത് അവിടെ ഒരു കല്ല് വെച്ചിരിക്കുന്നു. അത് എങ്ങനെയോ അവിടെ ഒരു കല്ല് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇവര് വരുന്നതിന് മുമ്പ് തന്നെ മുറജപം കഴിഞ്ഞ ഒരാൾ ഈ കാടിന്റെ കിഴക്കേ വശത്തിരിക്കുകയും അദ്ദേഹത്തിന് തോന്നി ഈ കാട്ടിനകത്തൊരു ദേവീ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതിന് വടക്കേ വശത്ത് വീട്ടിൽ ഒരു കിണ്ടിയൊക്കെ മേടിച്ച് വെള്ളമൊക്കെ കുടിച്ച് കാടിനകത്ത് വളരെ ദുഷ്കരമായ കാടാണ്, കാടിനകത്തൂടെ കടന്ന് ഈ സ്ഥാനത്ത് വന്നു അവിടെ കിടന്ന് ഒരു കല്ലെടുത്ത് വെച്ച് തെറ്റിപ്പൂടുകയും
ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇവർ സാധനം കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുകയും അവിടെയാണ് പ്രതിഷ്ഠയ്ക്കുള്ള കാര്യങ്ങൾ എല്ലാം റെഡിയായി. ജ്യോതിഷന്മാർ വന്നു. ജ്യോതിഷന്മാർ വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജാവിന് അന്ന് സിലോണിയിൽ നിന്ന് ഗജബാഹു എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ട് ഈ പ്രതിഷ്ഠാ കാര്യങ്ങൾക്കൊക്കെ ഉള്ള. അദ്ദേഹത്തിനെ വരുത്തി ജ്യോതിഷന്മാർ നിരന്ന് ഇരുന്ന് കൊണ്ട് ഇവിടെ സാധനം കാണുകയും ഈ കുട്ടിയമ്മയാണ് സാധനം കണ്ടത്. കണ്ടു കഴിഞ്ഞ് പ്രതിഷ്ഠകളൊക്കെ ഉറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ പ്രതിഷ്ഠ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ കുട്ടിയമ്മ എന്ന് പറഞ്ഞ കൈതവടക്ക് ചെമ്പോലിലെ വീട്ടിലെ ഒരു സ്ത്രീയാണ്. അവര് ഈ കണക്കുകൾ ഒക്കെ അറിയാവുന്ന വലിയൊരു സാരം കാണാൻ വന്ന ഒരാളാണ്. അവര് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കണ്ടിയൂർ അമ്പലം, തഞ്ചാവൂർ മാതൃകയിലാണ് കണ്ടിയൂർ അമ്പലം പണി ചെയ്തിരിക്കുന്നത്. തഞ്ചാവൂരിൽ നിന്ന് ശില്പികൾ വന്ന് അവരെ തട്ടാരമ്പലത്തിൽ ഇന്ന് നിൽക്കുന്ന അമ്പലത്തിന്റെ അവിടെ തട്ടാരമ്പലം അമ്പലം ഇല്ല, അവിടെ ഇത് പിന്നെ താമസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന് അവരിൽ ഒരു ബന്ധം നടത്തിയുള്ള ഒരു മകളാണ് ഈ കുട്ടിയമ്മ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവർ ആ ചെമ്പോലിൽ ഇവർ കണക്കാകുകയും അവരാണ് ഇതിന്റെ സാധനം കാണുകയും സാധനം കണ്ടിട്ട് അമ്പലത്തിലെ പ്രതിഷ്ഠ ഉറപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാമായി. അങ്ങനെ പ്രതിഷ്ഠ നടത്തുന്ന ദിവസം ജ്യോതിഷന്മാർ നിറഞ്ഞിരിക്കുകയാണ്. ദേവിയെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. നമ്മൾ സിലോണിൽ നിന്നുള്ള ഗജബാഹു എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് പ്രതിഷ്ഠ ഉറപ്പിക്കുമ്പോൾ പ്രതിഷ്ഠ ഉറയ്ക്കുന്നില്ല. എന്താ കാരണം എന്ന് ചോദിക്കുകയും ജ്യോതിഷന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കവടി വെക്കുന്നതൊന്നുമല്ല, ഒരു വ്യക്തത വരുന്നില്ല. ഒന്ന് ഒരു കുഞ്ഞ് അനുഗ്രഹിച്ചു വരികയും പെൺകുട്ടിയാണ്, എനിക്ക് സാധനം തന്നതിന് ശേഷം വേണം ഇവിടെ പ്രതിഷ്ഠ നടത്താൻ. അത് നോക്കിയപ്പോൾ ആ നാട് വിറപ്പിച്ച ഒരു യക്ഷിയമ്മയുണ്ട് ഈ കാട്ടിൽ. അപ്പം ആ യക്ഷിയമ്മയാണ് ഈ കൊച്ചിൻ്റെ ഇതിലായിട്ട് വന്നിരിക്കുന്നത്. ആ യക്ഷിയമ്മ പറയുന്നു അങ്ങനെയാണ്. അപ്പം അന്നേരം ഇവർ ഈ ജ്യോതിഷന്മാർ നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. അപ്പോൾ അവർക്ക് സാധനം എവിടെ കൊടുക്കുമെന്നുള്ള ഒരു രീതി വന്നു. അകത്ത് കൊടുക്കാനകത്തില്ല, പല വശങ്ങൾ നോക്കി പറ്റുന്നില്ല, എനിക്ക് മുന്നിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ മുന്നിൽ തന്നെ ഇരിക്കുമ്പോൾ ദേവി ഇതിനുള്ള നിവേദ്യങ്ങൾ, അവർക്കുള്ള നിവേദ്യങ്ങളെല്ലാം അവിടെ തരണം. അവർക്ക് വിഹരിക്കാൻ ഒരു പന വേണം. ഇതെല്ലാം ഈ കൊച്ച് പറയാണ്. ഇതെല്ലാം റെഡിയായി. അങ്ങനെയാണ് ചെട്ടികുളങ്ങര ക്ഷേത്രം ഉണ്ടായത്.